ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നതുവരെ ആയുധം താഴെ വയ്ക്കില്ലെന്ന് ഹമാസ്. ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസിനെ നിരായുധീകരിക്കണമെന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന ആവശ്യം. ഹമാസ് പരസ്യമായി ഇത് തള്ളിയതോടെ ഗാസയിലെ വെടിനിർത്തലിനായുള്ള ചർച്ചകൾ വഴിമുട്ടി. അതേസമയം ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലെ ആക്രമണം ഇടവേളകളില്ലാതെ തുടരുമെന്ന് ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള കാനഡ, UK, ഫ്രാൻസ് എന്നിവരുടെ നീക്കത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചു. നീക്കത്തെ ഹമാസിനുള്ള പ്രതിഫലമായി ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായും കണക്കാക്കുന്നതായി നെതന്യാഹു പറഞ്ഞു. അതിനിടെ ഗാസയിൽ മതിയായ ഭക്ഷണം കിട്ടാതെ ഒരു കുട്ടിയടക്കം 7 പേർ കൂടി ഇന്നലെ മരിച്ചു. ഇതോടെ ഗാസയിൽ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം 93 കുട്ടികൾ അടക്കം 169 ഇന്നലെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 39 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ 60,430 കടന്നു. അമേരിക്കയുടെ പ്രത്യേക ദൂതൻ കഴിഞ്ഞ ദിവസം ഗാസ സന്ദർശിച്ചിരുന്നു. മേഖലയിൽ ഭക്ഷ്യവിതരണ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സൈനിക ആക്രമണത്തിന്റെ സ്ഥിതി അറിയുന്നതിനും മറ്റുമായാണ് സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേലിലെ US അംബാസിഡർ മൈക്ക് ഹുക്കാബിയുമൊത്ത് ഗാസയിലെത്തിയത്. കഴിഞ്ഞ 36 മണിക്കൂറിനിടെ ഗാസയിൽ 100-ലധികം പേർ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച രാത്രി മുതൽ ഇസ്രയേൽ ആക്രമണം കനപ്പിച്ചിരിക്കുകയാണ്. ഗാസയിൽ സഹായം തേടിയ 27 പേരുൾപ്പെടെ 51 പേർ കൂടി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പട്ടിണി ഒഴിവാക്കാൻ ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കണമെന്ന് കൂടുതൽ രാജ്യങ്ങളും പറഞ്ഞിരുന്നു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകും വരെ ചെറുത്തുനിൽപ്പ് ഉപേക്ഷിക്കില്ലെന്നും ഹമാസ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യങ്ങളുടെ നീക്കം. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ടെല്ലവീവിൽ വൻ നെതന്യാഹു വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ഗാസയിൽ ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ വെടിവെപ്പിൽ സഹായം തേടിയ 27 പേർ കൂടി കൊല്ലപ്പെട്ടു. UN ഏജൻസികളെ ഒഴിവാക്കി ഇസ്രയേലും അമേരിക്കയും നടപ്പിലാക്കിയ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിലാണ് ആസൂത്രിത കുരുതി തുടരുന്നത്. പിന്നിട്ട ദിവസങ്ങളിൽ ഭക്ഷണം തേടിവന്ന 1800ഓളം പേരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഇത് യുദ്ധക്കുറ്റം തന്നെയാണെന്ന് UN ഏജൻസികൾ കുറ്റപ്പെടുത്തി. വ്യോമാക്രമണവും കരയിലൂടെയുള്ള സഹായ വിതരണത്തിലെ നിയന്ത്രണങ്ങളും കാരണം കടുത്ത പട്ടിണിയിലാണ് പലസ്തീൻ ജനത. US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ദിവസം ഗാസയിലെ സഹായ വിതരണ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയെങ്കിലും സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള നീക്കമൊന്നും ഉണ്ടായില്ല. അതിർത്തികൾ തുറന്ന് വിലക്കുകളില്ലാതെ ഗാസയിലേക്ക് സഹായം എത്തിക്കണമെന്ന് ഫ്രാൻസും ജർമ്മനിയും ആവശ്യപ്പെട്ടു. ബന്ദികളെ നിരുപാധികം വിട്ടയക്കാൻ ഹമാസിനോടും ഇരു രാജ്യങ്ങളും നിർദ്ദേശിച്ചു. തങ്ങളെ നിരായുധീകരിക്കണമെന്ന ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആവശ്യം ബാലിശമാണെന്നും ഹമാസ് വ്യക്തമാക്കി. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സാധ്യമാകാതെ ആയുധങ്ങളും ചെറുത്തുനിൽപ്പും ഉപേക്ഷിക്കില്ലെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു. ബന്ദിമോചനം ഉറപ്പാക്കാൻ ഗാസയിൽ ഹമാസുമായി ഉടൻ വെടിനിർത്തൽ കരാർ വേണമെന്നാവശ്യപ്പെട്ട് ടെല്ലവീവിൽ നടന്ന നെതന്യാഹു വിരുദ്ധ റാലിയിൽ 60,000-ലേറെ പേരാണ് പങ്കെടുത്തത്. ഇത് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ തങ്ങളും ദുരിതത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ബന്ദികളുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഇത് നെതന്യാഹുവിനെതിരായ പ്രക്ഷോഭത്തിന് കൂടുതൽ ശക്തി പകർന്നിരിക്കുകയാണ്. ഗാസയിൽ US നിയന്ത്രണത്തിലുള്ള സന്നദ്ധ സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ് ഭക്ഷ്യസഹായം മറ്റും ചെയ്യുന്നത്. ഇതര സന്നദ്ധ സംഘടനകൾക്ക് ഇസ്രയേൽ സൈന്യം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. GHFന്റെ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ ഒത്തുചേരുന്ന പലസ്തീനികളെ ഇസ്രയേൽ ആക്രമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.